നമുക്ക് ഇന്നൊരു വാഴക്കൂമ്പ് തോരൻ വെക്കാമേ. ഞാൻ ഈ കൂമ്പ് അരിഞ്ഞിടുന്നത് ഈ വെള്ളത്തിനകത്തോട്ടാണ്. ഇത് സാധാരണ വെള്ളം, അതിനകത്തോട്ട് ഞാൻ ഒരു സ്പൂൺ തൈര് ഒഴിച്ചിട്ട് കണ്ട ഇപ്പോൾ ഒരു മോരും വെള്ളം പോലെ ഇരിക്കുന്നു. ഇതിനകത്തോട്ടാണ് അരിഞ്ഞിടുന്നത്. അതിനകത്ത് അരിഞ്ഞിട്ടല്ലത് കറുത്ത് പോകത്തില്ല, അതിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് അരിയാൻ തുടങ്ങാമേ. അപ്പോൾ നമുക്കിതൊന്ന് അരിഞ്ഞ് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേളിൽ തൊട്ടാണ് അരിയുന്നത്. ഒന്ന് കൊത്തി അരിയാം. പിന്നെ അതുപോലെ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഇച്ചിരി കട്ടിയുള്ളൊരു സാധനമുണ്ട്, അത് അരിഞ്ഞിടരുതേ. അത് അരിഞ്ഞിടുമ്പോൾ നമുക്ക് ചിലപ്പോൾ കഴിക്കും, അത് അരിയാൻ പാടില്ല. നമുക്ക് കുറച്ച് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും കേട്ടോ. കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ഹാഫ് ചെല്ലണ്ട, അതിന് മുമ്പ് നമുക്ക് മനസ്സിലാവും അതിനകത്തൊരു കട്ടിയുള്ള ഭാഗമുണ്ട്, അത് നമുക്ക് അരിഞ്ഞിടരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കൂമ്പെല്ലാം അരിഞ്ഞ് ഇതിന് ഒരു 10 മിനിറ്റ് ആ വെള്ളത്തിലൂടെ കിടക്കട്ടെ. ആ സമയത്ത് നമുക്ക് അരപ്പൊന്ന് ശരിയാക്കാം. ഇത് അരപ്പിന് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഇതെല്ലാം കൂടെ ഞാൻ മിക്സിക്കകത്തിട്ട് ചതച്ചൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ അങ്ങ് ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുവാണേ. ഇതിപ്പം ഇങ്ങനെ ചെയ്താലും മതി, അല്ലാതെ നമ്മൾ മിക്സിക്കകത്തിട്ട് ചതച്ചെടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. എന്നെ പോലെ മടിച്ചികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. അപ്പോഴേ ഇനി ഞാനിതൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വരട്ടെ. ഒരു 2 പ്രാവശ്യം ഒന്ന് ഞെക്കി പിഴിഞ്ഞിട്ട് വെള്ളം കളഞ്ഞിട്ട് വരാം. കണ്ടോ, ഇതിൻ്റെ കളറൊന്നും പോയിട്ടില്ല. ഞാൻ ആ തൈര് ഒഴിച്ച വെള്ളത്തിലാണ് ഇത് അരിഞ്ഞിട്ടത്, അതുകൊണ്ട് കണ്ടോ ഇപ്പോഴും അതിൻ്റെ കളർ ഇപ്പോഴും ഉണ്ട്, കളറൊന്നും മാറിയിട്ടില്ല. അപ്പോൾ നമുക്കിതിനെയും കഴുകിയെടുത്തുകൊണ്ട് വരാമേ. ഇതാ എണ്ണ ഒഴിക്കുവാന്നേ. എണ്ണ ഒഴിച്ച് നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കാം. ഇതാ കടുക് പൊട്ടി നമുക്കിനിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിലേ നമ്മൾ ആ കൈ വെച്ച അതങ്ങ് ഇടാമേ. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കൈ കൊണ്ട് ഞെരടി വെച്ച തേങ്ങാപ്പീരയും കൂടി ഇടുവാണേ. എന്നിട്ട് നമുക്ക് നല്ലപോലെ അത് മിക്സ് ചെയ്യാം. ഈ ഒരു മീഡിയം ഇതിൽ മതി കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടാം. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് ഒതുക്കി ലോ ഫ്ലെയിമിൽ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാമേ. വെള്ളത്തിൻ്റെ ആവശ്യമില്ല, വേണമെങ്കിലൊന്ന് ചെറുതായിട്ടൊന്ന് കുടഞ്ഞാൽ മതി. ഇവിടുത്തെ കുമ്പിനൊക്കെ ആവശ്യത്തിന് വെള്ളം ഇറങ്ങും കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെക്കാമേ. ചെറിയ തീയിൽ അടച്ച് വെച്ച് അവിടെ വേകട്ടെ കേട്ടോ. നമുക്കിത് ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി നോക്കണം. ഞാൻ ഈ സമയത്ത് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറും കൂടെ അതിനകത്ത് ചേർക്കുകയാണേ. നമുക്കിതങ്ങ് തുറന്ന് നോക്കാമേ. എല്ലാം ഇതാ നമ്മുടെ അങ്ങനെ കൂമ്പുതോരൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ എപ്പോൾ കൂമ്പുതോരൻ വെച്ചാലും വൻപയർ അതിനകത്ത് ആഡ് ചെയ്യും കേട്ടോ. അത് ഞങ്ങൾക്കിവിടെ ഒരു പ്രത്യേക ഇഷ്ടമാണേ. അത് അല്ലാതെ കൂമ്പുതോരൻ തന്നെ ചെയ്യുന്നവരുമുണ്ട്. ഞങ്ങളിവിടെ വൻപയറും കൂടെ ആഡ് ചെയ്തേ. അതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ രീതിയിൽ.